ഇപ്പോഴത്തെ ഒരു ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ EMI സാധനം എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ളൊരു ഉദാഹരണമാണ്. അതായത് ഇന്ത്യയിൽ ഏകദേശം 30-60% എന്തോ ആണ് ഗ്രോത്ത് കഴിഞ്ഞ 2023 ആപ്പിളിൻ്റെ ഫോണിൻ്റെ സെയിൽസിൽ. ഓക്കെ, അതിൽ 10-7 ഫോണും വിറ്റുപോയത് EMIയിലാണ്. അത് ഈ ജെൻസിയാണ് ഏറ്റവും കൂടുതൽ ഷോ ഓഫ് എന്നുള്ള ഒരു കൾച്ചറാണിപ്പോൾ. അപ്പോൾ അതിൽ കൃത്യമായിട്ട് ഈ EMI അടച്ചു പോകുന്നുണ്ട്. പക്ഷേ ഈ ആളിത് ചിന്തിക്കുന്നില്ല. ഈ ഒരു എമൗണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മേ ബി 1 വർഷം ഞാൻ കാത്തിരിക്കേണ്ടി വരും. ആ 1 വർഷം കാത്തിരുന്നാൽ എനിക്ക് ഇന്ന് ഞാൻ കൊടുക്കുന്ന, അതായത് EMI ഇട്ടിട്ട് ഒരു ഫോൺ ഞാൻ മേടിച്ചാൽ ഇന്ന് ഞാൻ കൊടുക്കുന്ന അത്ര എമൗണ്ട് ഒന്നും കൊടുക്കേണ്ടി വരില്ല. എനിക്ക് ഈ ഒരു ഫോണ് ഇത് ഇൻവെസ്റ്റിങ്ങിലൂടെയാണ് ഞാനിത് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ, കാരണം അവിടെ എനിക്ക് 1 ഇയറിൻ്റെ റിട്ടേൺസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു 60,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മേ ബി അതൊരു 70,000 രൂപയോ 75,000 രൂപയോ ആയി മാറുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ 60,000 ബാക്കി എനിക്ക് അതിൽ നിന്ന് കിട്ടിയ റിട്ടേൺസാണ്. പക്ഷേ ഇവിടെ ലൈക്ക് നമ്മൾ ഒരു EMI ഇട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് അടക്കം ഞാൻ കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയുന്നില്ല. അപ്പോൾ ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ അത് ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ളൊരു കാഴ്ചപ്പാട് മാത്രമാണ്. അതായത് ലോങ് ടേം കാഴ്ചപ്പാടുകൾ കുറവാണ്. Investments in securities markets are subject to market risks. Read all the related documents carefully before investing.